തിരുവനന്തപുരം. ആമയിഴഞ്ചാം തോട്ടിലെ തെരച്ചിലിൽ ജോയിയുടെ ശരീരഭാഗം റോബോട്ടിക് ക്യാമറയിൽ കണ്ടതായി സൂചന. വിവരങ്ങളുമായി വിഷ്ണു ചേരുന്നുണ്ട്. വിഷ്ണു, ഒരു ശുഭപ്രതീക്ഷ ഉണ്ടായിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? തലസ്ഥാനത്തെ ആമയിഴഞ്ചാൽ തോട് വൃത്തിയാക്കാൻ ഇറങ്ങി കാണാതായ ജോയിക്കായുള്ള തെരച്ചിൽ തുടരുന്നിടെയാണ് ഇപ്പോൾ ജോയിയുടെ ശരീരഭാഗം റോബോട്ടിക് ക്യാമറയിൽ കണ്ടതായി സൂചന ലഭിക്കുന്നത്. വിവരങ്ങളുമായി വിഷ്ണു ചേരുന്നുണ്ട്. വിഷ്ണു, വിശദാംശങ്ങൾ എന്താണ്? റോബോട്ടിക് ക്യാമറയുടെ സ്ക്രീനിൽ തന്നെ നേരത്തെയും ഈ മാലിന്യം നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ കാണാനായി സാധിച്ചിരുന്നു. ഈ ജോയിയെ കാണാതായി എന്ന് സംശയിക്കുന്ന ആ പ്രദേശത്തിന് ആ തുരങ്കത്തിന്റെ കവാടത്തിന് മുന്നിൽ തന്നെയാണ് ഇപ്പോൾ ഒരല്പസമയം മുമ്പ് തന്നെ ഈ റോബോട്ട് തിരയുന്നതിനിടയിൽ ദൃശ്യങ്ങളിൽ ഒരു ചെറിയ ഒരു സാദൃശ്യമുള്ള ഒരു മനുഷ്യ ശരീരവുമായി സാദൃശ്യമുള്ള എന്തോ കണ്ടതായാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജോയിയുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗം, കാല് പോലുള്ള ഏതോ ഭാഗം കൃത്യമായി കണ്ടതായുള്ളതാണ് ഒരു സംശയമാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും നീണ്ട നേരത്തെ തിരച്ചിലിനൊടുവിലാണ് ഇപ്പോൾ ഒരു തുമ്പ് ലഭിച്ച രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. കഴിഞ്ഞ 24 മണിക്കൂർ പിന്നിട്ട് ഏകദേശം 25 മണിക്കൂറോളം ആയിട്ടും ഈ മറ്റൊന്നും ലഭിക്കാതിരുന്ന ആ ഒരു വിവരം ലഭിക്കാതിരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ജോയിയുടെ മൃതദേഹവുമായി ബന്ധപ്പെട്ട ഒരു സൂചന ലഭിക്കുന്നത്. ശരീരം കണ്ടെത്തി എന്നുള്ളൊരു സൂചനയാണ് വന്നിരിക്കുന്നത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട സംശയമാണ്. ദൃശ്യങ്ങളിൽ വ്യക്തമായി കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്ക്യൂബ ഡൈവേഴ്സ് അവിടെ ഇറങ്ങുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട പരിശോധന കൃത്യമായി ഇപ്പോൾ നടത്തി വരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഏതായാലും ഈ നീണ്ട തിരച്ചിലിനൊടുവിൽ ഒരു അന്തി വന്നിരിക്കുന്നു എന്നുള്ളതിന് തുടക്കം മാത്രമായി വേണമെങ്കിൽ ഇതിനെ കണക്കാക്കാം. ഏതായാലും അത് കൂടുതൽ പരിശോധിക്കേണ്ടതുണ്ട്. പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് ഇത് കൃത്യമായി അറിയാൻ സാധിക്കുന്നത്. ശരി വിഷ്ണു. ശരീരഭാഗം റോബോട്ടിക് ക്യാമറയിൽ കണ്ടതായി സൂചന. കൂടുതൽ തിരച്ചിൽ വേഗത്തിലാക്കിയിരിക്കുകയാണ്. വിഷ്ണു, ഇപ്പോൾ എങ്ങനെയാണ് അവിടെ തിരച്ചിൽ പുരോഗമിക്കുന്നത്? ഏതു ഭാഗം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ തെരച്ചിൽ? ഇപ്പോൾ തിരച്ചിൽ പ്രധാനമായും ആ റോബോട്ടുകളെ ഉപയോഗിച്ച് നടത്തുന്ന തിരച്ചിൽ നടക്കുന്ന ഭാഗത്താണ് പൂർണ്ണമായി നടത്തുന്നത്. കാരണം അതായത് ഇന്നലെ ശുചീകരണ പ്രവർത്തനം നടന്നപ്പോൾ ഈ തൊഴിലാളി ജോയിയെ കാണാതായ ഭാഗത്താണ് ഇപ്പോൾ പ്രധാനമായും തിരച്ചിൽ നടക്കുന്നത്. അതിന്റെ ആ തുരങ്കത്തിനകത്ത്, വേസ്റ്റ് പോകുന്ന തുരങ്കത്തിനുള്ളിലേക്ക് ഒരല്പം കയറി ഈ റോബോട്ടുകൾ പരിശോധിക്കുന്നുണ്ടായിരുന്നു. അതിൽ പരിശോധിക്കാനുള്ള ഒരു ടാർഗോ റോബോയാണ് ആദ്യം ഇറക്കിയത്. അതിൽ നിന്നും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അതൊരു സ്ക്രീനിലൂടെ കൃത്യമായി കാണിക്കുന്നുണ്ട് അവിടെ എന്തൊക്കെയാണ് മനസ്സിലാക്കുന്നതെന്ന്. അങ്ങനെ ഒരു പരിശോധനയിലിടയിലാണ് ഇപ്പോൾ ഒരാൾ മനുഷ്യ ശരീരവുമായി സാമ്യമുള്ള എന്തോ കണ്ടതായി ഒരു സംശയമുള്ളത്. ആ സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കൂടുതൽ തിരച്ചിൽ നടത്തുന്നത്. ഇവിടെ സ്കൂബ ഡൈവേഴ്സ് ഇപ്പോൾ അവിടെ ഇറങ്ങുന്നുണ്ട്. അതോടൊപ്പം NDRF സംഘം എല്ലാം അവിടെ കൃത്യമായി ഉണ്ട്. ഏതായാലും ഈ തെരച്ചിലിനൊരു അറുതി വരാനുള്ള സാധ്യതയാണ് ഇതിൽ കാണുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ അവിടെ കിടപ്പുണ്ടെങ്കിൽ അത് വളരെ വൈകാതെ തന്നെ കണ്ടെത്തുമെന്ന് വ്യക്തമാണ്. ഇത്തരത്തിലാണ് ഇവിടെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. എന്നാൽ അതേ സാഹചര്യത്തിൽ തന്നെ അപ്പുറത്തെ ഭാഗത്തും, അതായത് ഈ തുരങ്കത്തിന്റെ ഇടയ്ക്കുള്ള ഭാഗത്തും ഉള്ളിലേക്ക് ഒഴുകി പോകാനുള്ള സാധ്യത ചൂണ്ടിക്കാട്ടി അവിടെയും പരിശോധന നടക്കുന്നുണ്ട്. അത് നേരത്തെ തന്നെ സ്ക്യൂബ ഡൈവേഴ്സ് 2 തവണ ഈ പ്ലാറ്റ്ഫോം റെയിൽവേ സ്റ്റേഷന്റെ 3ാമത്തെ പ്ലാറ്റ്ഫോമിനടുത്തുള്ള മാൻഹോളിൽ ഇറങ്ങി പരിശോധിച്ചിരുന്നു. വലിയ ബുദ്ധിമുട്ടുള്ളത് ഈ ചവറ് കൂന കിടക്കുന്നതാണ്. ഈ കടുത്ത പ്രതിസന്ധി ഇങ്ങനെ ചവറ് കൂടി കിടക്കുന്നത് ഉള്ളത് കൊണ്ട് അത് കാളെ കണ്ടെത്താനുള്ള ഒരു സാഹചര്യം ഭയങ്കര പ്രയാസമായി കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ നിലവിൽ ആ റോബോട്ടുകൾ അകത്ത് കയറി അതിന്റെ ദൃശ്യങ്ങളിൽ നിന്നാണ് ഒരു സൂചനയുള്ളത്. ഇത് മനുഷ്യ ശരീരവുമായി സാമ്യമുള്ള എന്തോ അവിടെ കണ്ടെത്തിയതായിട്ട്.
അത് ജോയിയുടേത് ശരീരമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വേസ്റ്റോ എന്തെങ്കിലും കണ്ടിട്ട് തോന്നിയതാണോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. ഏതായാലും ആ ഒരു സംശയത്തിന്റെ നിഴലിൽ തന്നെ പരിശോധന ഊർജിതമാക്കിയിട്ടുണ്ട്. ആ പ്രദേശത്ത് വാഹനങ്ങൾ അതായത് ഈ റോബോട്ടുകളെ ഇറക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വേസ്റ്റ് നീക്കി ഈ സംഘം ഈ സ്ക്യൂബ ഡൈവേഴ്സ് അടക്കമുള്ള സംഘങ്ങൾ അതിനുള്ളിൽ അകത്തിറങ്ങി പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വിഷ്ണു, അതേസമയം കവാടത്തിന്റെ ഭാഗത്താണ് ഇപ്പോഴിങ്ങനൊരു ദൃശ്യം കണ്ടതെന്ന് പറയുന്നു. ഇത് ടണലിന്റെ ഉള്ളിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയാണോ ഇപ്പോൾ അവിടെ ഉള്ളത്? തീർച്ചയായിട്ടും ടണലിന്റെ ഉള്ളിലേക്ക് പോയി തന്നെയാണ് ഇത് പരിശോധന നടത്തേണ്ടത്. കാരണം ടണലിന്റെ ഉള്ളിലുള്ള പരിശോധനയ്ക്ക് ഒടുവിലാണ് ഇത് കണ്ടെത്തിയത്. ഇത്തരത്തിലുള്ളൊരു സംശയം മുതിർന്നത്. അത്തരത്തിലുള്ള വലിയ ഒരു സംശയമുള്ളത് കൊണ്ട് തന്നെ അവിടെ ഈ ടണലിനുള്ളിലേക്ക് കടന്നു പോകുന്ന, അതായത് ആ വഴി, ആ കവാടത്തിനുള്ളിൽ തന്നെയാണ് ഇപ്പോൾ ഒരു ശരീരം കണ്ടെത്തിയതായി സംശയിക്കുന്നത്. അതിനും കൂടുതൽ ഉള്ളിലേക്കായിരുന്നു രാവിലെ മുതൽ തന്നെ പരിശോധന നടന്നത്. അതായത് അപ്പുറത്തെ ഭാഗത്ത് നിന്നും ഈ റെയിൽവേ പ്ലാറ്റ്ഫോമിന്റെ അകത്തുനിന്നുള്ള ഒരു മാൻഹോളിൽ നിന്നാണ് ഇറങ്ങിയത്. അതിനുള്ളിൽ നിന്നും പരിശോധന നടത്തി കുറെ ദൂരം ഇങ്ങോട്ട് വന്നിരുന്നു. എന്നാലും മാലിന്യ കൂമ്പാരം കാരണം ഇത് തടസ്സപ്പെട്ടിരുന്നു. ഇപ്പോൾ അതിനുള്ളിലെ മാലിന്യം പല ഘട്ടത്തിലും നീക്കുന്നുണ്ടായിരുന്നു. ഈ കവാടത്തിൽ, അതായത് ഈ കാണാതായി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും ഉള്ളിലേക്ക് കയറിയാണ് വേസ്റ്റ് മാറ്റിക്കൊണ്ടിരുന്നത്. ഏകദേശം 15 ടണ്ണോളം വേസ്റ്റ് ആണ് ഈ കഴിഞ്ഞ ദിവസവും ഇന്നുമായി മാറ്റിയത്. പൂർണ്ണമായും അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ്. വളരെ വ്യക്തമായത് മാറ്റിയിരുന്നു. എന്നാലും ഇനിയും അധികം വേസ്റ്റ് ഇനിയുമുണ്ട്. അത് മാലിന്യം മാറ്റിയെടുക്കാൻ വളരെ പ്രയാസമുള്ള ഒരു സാഹചര്യമാണ്. അത്തരത്തിലുള്ള പ്രതിസന്ധി നിലനിൽക്കുമ്പോഴാണ് ഒരു സംശയം മുതിർന്നത്. ഈ ദൃശ്യങ്ങളിൽ, അതായത് റോബോട്ട് പരിശോധിച്ച ദൃശ്യങ്ങളിൽ അതായത് ഇതുപോലെ അതിനകത്ത് ഒരു മനുഷ്യ ശരീരത്തിന്റെ സാമ്യമുള്ള, അല്ലെങ്കിൽ മനുഷ്യ ശരീരം എന്ന് സംശയിക്കുന്ന എന്തോ കണ്ടെത്തിയതായി. അതുകൊണ്ട് ദൃശ്യങ്ങൾ അത്രയും വ്യക്തമല്ല. രാവിലെ മുതൽ തന്നെ ദൃശ്യങ്ങൾ വ്യക്തമല്ല എന്ന് നമുക്ക് ബോധ്യപ്പെട്ടതാണ്. അതുകൊണ്ട് ഇത് പൂർണ്ണമായും അതിന് ഉറപ്പിക്കലിലേക്ക് പോകാൻ സാധിക്കില്ല. ഏതായാലും അതിനുശേഷം ഇനി കുറച്ചു നേരം കൂടി നോക്കുമ്പോഴായിരിക്കും ഇനി അത് അകത്ത് സ്ക്യൂബ ഡൈവേഴ്സ് കയറും. ഇനി അവിടെ നിന്നുള്ള മാലിന്യങ്ങൾ മാറ്റി കുറച്ച് കാര്യമായി ഒന്ന് പ്രവർത്തിച്ചാൽ മാത്രമാണ് ഇനി അതിനൊരു വ്യക്തത വരിക. അങ്ങനെയാണെങ്കിൽ തന്നെ വളരെ വൈകാതെ തന്നെ ഈ തെരച്ചിലിനൊരു അന്ത്യമുണ്ടാകും. എന്തായാലും അതുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനം തന്നെയാണ് നടക്കുന്നത്. ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനം തന്നെയാണ്. ഫയർഫോഴ്സിന്റെ റെസ്ക്യൂ ടീമുണ്ട്, അതോടൊപ്പം NDRF സംഘമുണ്ട്. ഇതിലെല്ലാം ഉപരി സ്ക്യൂബ ഡൈവേഴ്സ് ഉണ്ട്. പിന്നെ ഈ റോബോട്ടുകളുടെ സഹായം വളരെ ഫലപ്രദമായി വരുന്നു. വിഷ്ണു, തിരികെ വരാം. ഒരു ഇടവേള അനിവാര്യമാണ്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം.